ഈ ഫോട്ടോയിൽ കാണുന്നവരൊക്കെ നമ്മളെ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് നമ്മളെ വിട്ട് പോയ ആൾക്കാരാണ്. ഈ ഒരു പ്രശ്നം കൊണ്ട് കാർഡിയാക് അറസ്റ്റ് മൂലം നമുക്ക് ഇവരെ കൂടെയുള്ളവർക്ക് CPR അറിയാത്തത് കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും അവരെ നമ്മളെ വിട്ടുപോയി. അതുപോലെ തന്നെ നമ്മളിലെ ഒരു ആളാണ് ഈ അടുത്തായിട്ട് ബാഡ്മിൻ്റൺ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണം. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്, നിങ്ങൾക്ക് ട്രെയിനിങ് തരാനായിട്ട്. അതുകൊണ്ട് നമുക്ക് അവർക്കൊരു കൈ കൊടുക്കാം ജീവിതത്തിലേക്ക്. ഓക്കെ, കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ കേൾക്കുന്നുണ്ടോ ബാക്കിലുള്ളവർ? കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ, CPR ഓർ CPCR, കാർഡിയോ പൾമണറി സെറിബ്രൽ റെസിസിറ്റേഷൻ എന്നാണ് ഇതിന് പറയുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലച്ചു പോകുമ്പോൾ നമ്മളെന്ത് ചെയ്യുക, അവർക്ക് നമ്മൾ എക്സ്റ്റേണലായിട്ട് പുറത്തുനിന്നുകൊണ്ട് അവരെ ഹൃദയത്തെ നമ്മൾ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് CPR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. CPR, it is a life-saving measure for the purpose of oxygenating the brain and heart. ഈ ഹാർട്ട് നിന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുക? ഹാർട്ടിൻ്റെ പ്രവർത്തനം നിന്നു പോകുമ്പോഴാണ് നമ്മൾ CPR കൊടുക്കുക. ഹാർട്ടിൻ്റെ പ്രവർത്തനം നിലച്ചു പോകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ എന്തായിപ്പോൾ സ്റ്റോപ്പായിപ്പോൾ. ബ്ലഡ് സർക്കുലേഷൻ സ്റ്റോപ്പായിപ്പോൾ എന്താ സംഭവിക്കാം? നമ്മളെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ സ്റ്റോപ്പായിപ്പോൾ. ബ്രെയിൻ ഡെത്ത് സംഭവിക്കും. അതുകൊണ്ട് ഒരു മെഡിക്കൽ പേഴ്സണേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സാധാരണക്കാരന് CPR പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം അവർക്ക് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? CPR രോഗിക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ ലേറ്റായിട്ട് CPR കൊടുത്തു കഴിഞ്ഞുകൊണ്ട് വലിയ പ്രയോജനമില്ല. എന്തുകൊണ്ടാണ്? വിത്തിൻ 4 to 6 minutes നമ്മൾ CPR ഒരാൾക്ക് കൊടുക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആർക്കാ 4 to 6 minutes കൊണ്ട് CPR കൊടുക്കാൻ പറ്റുക? അവരെ കൂടെയുള്ള ആൾക്കാണ് കൊടുക്കാൻ പറ്റുക. എല്ലാവരും ഒരു മെഡിക്കൽ പേഴ്സണെ കൊണ്ടുവരുമ്പോഴേക്കും എന്ത് ചെയ്യും? സമയം കഴിയും. അല്ലെങ്കിൽ നമ്മൾ രോഗീൻ്റെ അടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും എന്ത് ചെയ്യും? 4 to 6 minutes ഒരു 10 minutes കഴിഞ്ഞു പോകും. എന്താണ് ഈ സമയത്തിൻ്റെ പ്രത്യേകത? എന്താ 4 to 6 minutesൻ്റെ പ്രത്യേകത എന്താ? ആർക്കെങ്കിലും അറിയാവോ? ക്രൂഷ്യൽ ടൈം. എന്തുകൊണ്ടാണ് അത് ക്രൂഷ്യൽ ടൈം എന്ന് പറയുന്നത്? ഇത് നമ്മൾ ഹാർട്ടിൻ്റെ പ്രവർത്തനം നിലച്ചുപോയാൽ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ നിന്ന് കഴിഞ്ഞാൽ ബ്രെയിൻ ഡെത്ത് സംഭവിക്കും. ബ്രെയിനൊരു പ്രത്യേകത ഉണ്ട്, ബ്രെയിൻ സെൽസിനൊരു പ്രത്യേകത ഉണ്ട്. ഒരിക്കലും അത് നശിച്ചു പോയി കഴിഞ്ഞാൽ റിവേർട്ട് ചെയ്യാൻ പറ്റില്ല, നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബ്രെയിൻ ഡെത്ത് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിന് ചികിത്സയൊന്നുമില്ല, അങ്ങനെ ബ്രെയിൻ ഡെത്തായിട്ട് കിടക്കൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ടൈമിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കണം? CPR നമ്മൾ കൊടുക്കണം. ഈ CPR കൊടുത്തുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് രോഗിനെ എന്ത് ചെയ്യാൻ പറ്റും? രക്ഷപ്പെടുത്താൻ പറ്റും. ബ്രെയിൻ ഡെത്ത് സംഭവിക്കില്ല. അതുകൊണ്ടാണ് എല്ലാ സാധാരണക്കാർക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? CPR ട്രെയിനിങ് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഈസി കാര്യമാണ്. നമ്മൾ ആ സമയത്ത് പാനിക്കാവെങ്കിലും നമുക്ക് ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഇത് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ, കിട്ടിയോ? അതാണ് ടൈമിൻ്റെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അത് പറയാം. ഓക്കെ, ഇതാണ് മെയിനായിട്ടുള്ള CPRൻ്റെ ഫേസസ്. phase 1, phase 2, phase 3. ഈ phase 2 phase 3 നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. ACLS എന്ന് പറയും, അഡ്വാൻസ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. നമ്മൾ മെഡിസിൻ കൊടുക്കുന്നു, അതിൻ്റെ കൂടെ മെഷീൻ ഉപയോഗിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ളതാണ് phase 1ഉം phase 2ഉം പ്രൊലോങ്ഡ് ലൈഫ് സപ്പോർട്ട്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് phase 1 ആണ്, ബേസിക് ലൈഫ് സപ്പോർട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. BLS, ബേസിക് ലൈഫ് സപ്പോർട്ട്. പ്രിൻസിപ്പിൾസ്, പ്രധാനപ്പെട്ട CPRൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മളെ ബ്രെയിനിലേക്ക് ഹാർട്ടിലേക്കും രക്തം എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പേഷ്യൻറ്റിന് ഹാർട്ട് വർക്ക് ചെയ്യുന്നില്ല, പേഷ്യൻ്റെ ഹൃദയം പ്രവർത്തനരഹിതമായി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പുറത്തുനിന്ന് അവരെ ഹാർട്ടിനെ പ്രവർത്തിപ്പിക്കണം. അതിൽ കൂടെ നമ്മളെ ബ്രെയിനിലേക്കും ഹാർട്ടിലേക്കും എന്ത് ചെയ്യും? രക്തം എത്തിച്ചിട്ട് അതിൻ്റെ സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾസ്. Our heart is an amazing one. It works hard for us every second of every day. ഇതാണ് ഹാർട്ടിൻ്റെ സ്ട്രക്ചർ. കണ്ടാം, ഹാർട്ടും അതിലേക്കുള്ള സർക്കുലേഷനാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലേക്കുള്ള രക്തം പോകുന്ന കണ്ടോ? ബ്ലഡ് ഹാർട്ടിൻ്റെ ബീറ്റ് നിന്നപ്പോൾ എന്ത് ചെയ്യുന്നില്ല? സർക്കുലേഷൻ ഉണ്ടാവുന്നില്ല. ഹാർട്ട് ബീറ്റ് ചെയ്യുമ്പോൾ സർക്കുലേഷൻ ഉണ്ടാവും. Beginning CPR is the person's only chance of survival. Brain damage will start to set in within 4 minutes, and after 10 minutes, brain damage becomes irreversible. The power to save a life is truly in your hands. Performing CPR accomplishes 2 critical things. ഇനി എന്താണ് നമ്മൾ ഈ കംപ്രസ് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും.
അപ്പോൾ എന്താണ് സംഭവിക്കുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. രോഗിയുടെ ഹൃദയം പ്രവർത്തിക്കുന്നില്ല. അപ്പം നമുക്കെങ്ങനെ അത് പ്രവർത്തിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. 1. Compressions move oxygenated blood to the brain to keep the brain alive. And 2. Compressions keep blood and oxygen moving to the heart muscle itself, so that it has the best chance of resuming a normal electrical rhythm after a shock is delivered. As you begin compressions, you are creating an artificial pump and doing the work of the heart manually. With each good, effective compression, you are building up pressure in the system, which will move blood around the heart and up to the brain. It does take time to get the blood moving with CPR, so it is very important to push hard and push fast to build the pressure up, which keeps blood going to the brain. Pushing down at least 2 inches allows for the heart to be squeezed and blood to move out. Pushing at a rate of 100 to 120 compressions per minute is necessary to keep blood pumping. Let's see what happens when we take our hands off the chest. Blood stops moving to the brain. It is for this reason that if you are taking your hands off the chest to deliver breaths or switching roles, it is critical to minimize time off the chest. Watch what happens when we don't push deep enough. Blood does not reach the brain. The same is true if we do not push fast enough. Watch what happens when we push too fast. The heart does not have time to refill with blood, therefore not enough. ഓക്കെ, നമ്മളെ ഹൃദയം എവിടെയുള്ളത്? നമ്മളെ ഹൃദയം എവിടെയുള്ളത്? എവിടെയാ? ലെഫ്റ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡ്. നമ്മളെ ഹൃദയം എക്സാക്ട്ലി ലെഫ്റ്റ് അല്ല, മിഡിൽ മുതൽ ലെഫ്റ്റിലോട്ടാണ് ഉള്ളത്. നമ്മളെ ഹൃദയം ഒരു റിബ്സ് കേജിൻ്റെ ഉള്ളിലാണുള്ളത്. ഒരു എല്ലിൻ്റെ ഒരു കൂടിലാണ് നമ്മളെ ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്. മുന്നിലും ബോൺസാണ്, ബാക്കിലും ബോൺസാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്? ഹാർട്ട് ഉള്ളത്. അപ്പം നമ്മൾ ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ റിബ് കേജ് എന്ത് ചെയ്യും? അമരും. അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് ഹാർട്ട് എന്ത് ചെയ്യും? സ്ക്യൂസ് ആവും. അപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ ഹാർട്ടിൻ്റെ ഉള്ള ബ്ലഡ് എന്ത് ചെയ്യും? ഔട്ട് വരും. നമ്മൾ കൈയെടുക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മളെ പുറമേയുടെ ബ്ലഡ് അതിൻ്റെ ഉള്ളിലേക്ക് കയറും. വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലെ ബ്ലഡ് പുറത്തേക്കും. അങ്ങനെ എന്ത് ചെയ്യും? ബ്രെയിനിലേക്കും ഈവൻ ഹാർട്ടിലേക്കുള്ള രക്തവും സപ്ലൈ ചെയ്യും. അങ്ങനെയാണ്, അതാണ് ഇതിൻ്റെ ടെക്നിക്ക്. ഓക്കെ, എങ്ങനെയാണ് ടെക്നിക്ക് ചെയ്യാമെന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. BLS പ്രധാനമായിട്ടും നമുക്ക് 4 കാര്യങ്ങളാണുള്ളത്. A, B, C, D. ഏതൊക്കെയാ? ABCD ആണ് നമ്മളിന്ന് പഠിക്കേണ്ടത്. ABCD പഠിക്കുന്നതോടുകൂടി നമുക്ക് എന്താണ് അതിൻ്റെ പോയിന്റുകളെന്ന് മനസ്സിലാവും. ഓക്കെ, ABCD ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നേരത്തെ ചോദിച്ചു എന്താണ് ഇത്, ആർക്കാണ് ചെയ്യുക നമ്മളെന്ന് ചോദിച്ചു. എന്താണ് ഇൻഡിക്കേഷൻ? ആർക്കാണ് നമ്മളിത് ചെയ്യുക? എങ്ങനെയാണ് നമ്മൾ അവരെ തിരിച്ചറിയാൻ? അതാണ് മെയിനായിട്ട് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്ന അസുഖമാണ് എന്ത് ചെയ്യുന്നത്? കാർഡിയാക് അറസ്റ്റ്. അതാണ് ഇൻഡിക്കേഷൻ. ഇങ്ങനെ കാർഡിയാക് അറസ്റ്റ് എങ്ങനെ മനസ്സിലാക്കുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് അബ്ഡക്സസ്, അതായത് ഹൃദയത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചു പോവുക. അതാണ് കാർഡിയാക് അറസ്റ്റ്. MI എന്ന് പറയുന്നത് വേറെയാണ്, അറ്റാക്ക് എന്ന് പറയുന്നത് വേറെയാണ്. അറ്റാക്ക് എന്ന് പറയുന്നതും ഇതും രണ്ടാണ്. അതിൻ്റെ ഡിഫറൻസ് അറിയാമോ? അറ്റാക്ക് എന്നല്ല നമ്മൾ സാധാരണ പറയും അല്ലേ. ഹാർട്ട് അറ്റാക്ക് കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് പറയും അല്ലേ. ഇത് കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചു. ഹാർട്ട് അറ്റാക്ക് കൊണ്ട് കാർഡിയാക് അറസ്റ്റ് വരാം. ഓക്കെ, ഇതാ മെയിനായിട്ടുള്ള കാരണങ്ങൾ. ഒന്ന് മെക്കാനിക്കൽ കാരണം. ചില ആൾക്കാരെ നമ്മളെ തൊള്ളയിലൊക്കെ സാധനം കുടുങ്ങിപ്പോയില്ല, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെ നമ്മളെ തൊണ്ടയിൽ ഇത് കുടുങ്ങിപ്പോവും. ആ സമയത്ത് നമുക്ക് ശ്വാസം മുട്ടും അല്ലേ. ശ്വാസം എടുക്കാതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റെസ്പിറേറ്ററി അറസ്റ്റ് എന്നാണ് അതിന് പറയുക. ശ്വാസം എടുക്കാൻ പറ്റാണ്ട് നിൽക്കുമ്പോൾ അതെന്ത് ചെയ്യും? അത് കാർഡിയാക് അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നത്. വെള്ളത്തിൽ മുങ്ങിപ്പോൾ എങ്ങനെയാണ് മരിക്കുക ആൾക്കാർ? മുങ്ങി മരിക്കുന്നത് എങ്ങനെയാണ്? ലങ്സിൽ വെള്ളം കയറും അല്ലേ. ലങ്സിൽ വെള്ളം കയറി കഴിഞ്ഞാൽ റെസ്പിറേറ്ററി അറസ്റ്റ് ഉണ്ടാവും, ശ്വാസം എടുക്കാൻ പറ്റില്ല. ഹൃദയവും ഹാർട്ടും ബ്രെയിനും വെരി ക്ലോസ്ലി റിലേറ്റഡാണ്. ഏതെങ്കിലും ഒരാൾക്ക് അപകടം സംഭവിച്ചാൽ ബാക്കി 2 ആൾക്കും എന്ത് ചെയ്യും? ഉടനെ അപകടം സംഭവിക്കും. ലങ്സിൻ്റെ പ്രവർത്തനം നിലച്ചു കഴിഞ്ഞാൽ വിത്തിൻ 10 മിനിറ്റ്സ് ഹാർട്ടിൻ്റെ പ്രവർത്തനവും നിലച്ചു പോകും.
അപ്പോഴാണ് കാർഡിയാക് അറസ്റ്റ് സംഭവിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഡ്രൗണിങ്ങിൽ എന്ത് ചെയ്യുന്നത്, വെള്ളം കുടിച്ചു പോകുമ്പോൾ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് രോഗി മരിക്കുക കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചിട്ട്. ദെൻ ബേൺസ്, പൊള്ളൽ. റീസെൻ്റായിട്ട് നമ്മളെ തീപിടുത്തത്തിലൊക്കെ എത്ര പേര് മരിച്ചത്? എല്ലാവരും പൊള്ളിയിട്ടാണോ മരിച്ചത്? പൊള്ളിയിട്ടാണ് മരിച്ചത്? അല്ല, സ്മോക്ക് ഇൻഹലേഷൻ. നമ്മൾ പുക വലിച്ച് മൂക്കി കയറ്റി കഴിഞ്ഞാൽ ശ്വാസം എടുത്തു കഴിഞ്ഞാൽ റെസ്പിറേറ്ററി അറസ്റ്റ് ഉണ്ടാവും. റെസ്പിറേറ്ററി അറസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് കാർഡിയാക് അറസ്റ്റ് ആവും. റെസ്പിറേറ്ററി അറസ്റ്റ് കൊണ്ട് മരിക്കില്ല, കാർഡിയാക് അറസ്റ്റ് കൊണ്ടാണ് മരണം സംഭവിക്കുക. ഓക്കെ. ദെൻ സ്മോക്ക് ഇൻഹലേഷൻ. ഹൃദയ അസുഖങ്ങൾ, അറിയപ്പെടാത്ത ഹൃദയത്തിനുണ്ടാകുന്ന ചില അസുഖങ്ങൾ എന്ത് ചെയ്യും, കാർഡിയാക് അറസ്റ്റ് ഉണ്ടാക്കിയിട്ട് മരണം ഉണ്ടാക്കും. പിന്നെ പോയ്സണിങ്, അമിതമായി പോയ്സൺ, നമ്മൾ സൂയിസൈഡ് അറ്റംപ്റ്റിലൊക്കെ മരണം സംഭവിക്കുക കാർഡിയാക് അറസ്റ്റ്. ഡോക്ടർ അവസാനം എഴുതും എന്തുകൊണ്ട് അടുത്ത കാർഡിയാക് അറസ്റ്റ്. കാർഡിയാക് അറസ്റ്റിൻ്റെ റീസൺ എന്താ? പോയ്സണിങ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എങ്ങനെ ഈ കാർഡിയാക് അറസ്റ്റ് ഉള്ള ആളെ ഐഡൻറ്റിഫൈ ചെയ്യും? എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? കാർഡിയാക് അറസ്റ്റ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? കാർഡിയാക് അറസ്റ്റ് സംഭവിച്ച ആളെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? പെയിൻ, പൾസ് ഉണ്ടാവില്ല. ഓക്കെ, കൊളാപ്സ് ആവും. ഓക്കെ. പിന്നെ ഇതിൻ്റെ കൂടെ ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടാനുണ്ടോ? ശ്വാസം ഉണ്ടാവില്ല. എല്ലാ പോയിന്റും പറഞ്ഞു. ഒരാൾക്ക് പ്രധാനമായിട്ടും കാർഡിയാക് അറസ്റ്റ് സംഭവിച്ച ഉടൻ 3 കാര്യങ്ങളാണ് ഓർമ്മിക്കേണ്ടത്. എത്ര കാര്യങ്ങളാ? 3 കാര്യങ്ങൾ. ഏതൊക്കെയാ? ഒന്ന്, കംപ്ലീറ്റ്ലി അൺകോൺഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? ബോധരഹിതനായിട്ടുണ്ടാവും, ബോധം ഉണ്ടാവില്ല. നമ്മളെ വിളിച്ചാലും എന്ത് ഷൗട്ട് ചെയ്താലും ഷെയ്ക്ക് ചെയ്താലും എന്ത് ചെയ്യില്ല, അറിയില്ല. ഓക്കെ, ബോധരഹിതനാവും, കംപ്ലീറ്റ്ലി അൺകോൺഷ്യസ്നെസ്. രണ്ടാമത്തത് നോ പൾസ്. നമ്മൾ കയ്യിലോ എവിടെയാണെന്ന് വെച്ചാൽ പിടിച്ചു നോക്കിയാലും എന്തുണ്ടാവില്ല, പൾസ് ഉണ്ടാവില്ല, ഹാർട്ട് ബീറ്റ് ഉണ്ടാവില്ല. ഓക്കെ. മൂന്നാമത്തത് ശ്വാസം ഉണ്ടാവില്ല. 3 കാര്യങ്ങൾ ഏതൊക്കെയാ? കംപ്ലീറ്റ്ലി അൺകോൺഷ്യസ്, ബോധരഹിതനായിട്ടുണ്ടാവും. രണ്ടാമത്തത് നോ ബ്രീത്തിങ്, ശ്വാസം ഉണ്ടാവില്ല. മൂന്നാമത്തത് നോ പൾസ്. ഇതാണ് 3 ചിഹ്നങ്ങൾ. ഇത് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. കംപ്ലീറ്റ് അൺകോൺഷ്യസ്നെസ്, അപ്നിയ ആൻഡ് ഗാസ്പിംഗ് ഓർ അബ്സെൻസ് ഓഫ് ഹാർട്ട് ബീറ്റ്. ലേറ്റർ നമ്മൾ കാണാൻ ലേറ്റായിപ്പോയി എന്ന് വെച്ചോ, നമ്മളൊരു കാർഡിയാക് അറസ്റ്റുള്ള രോഗിനെ കാണാൻ ലേറ്റായിപ്പോയി. ഇതൊക്കെ ഉടനെ ഉള്ള സംഭവങ്ങളാണ്. നമ്മൾ കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീഴുമ്പോഴൊക്കെ കാണുന്നതാണ് ഈ 3 ചിഹ്നം. നമ്മൾ കാണുമ്പോൾ ലേറ്റായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അവർ ഡെത്തായി പോയിട്ടുണ്ടാവും. അപ്പോൾ അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? അവരെ പീപ്പിൾസ് ഡയലേറ്റഡ് ആയിട്ടുണ്ട്. ഡോക്ടേഴ്സൊക്കെ ടോർച്ച് അടിച്ച് കണ്ണിൽ നോക്കുന്ന കണ്ടിട്ടുണ്ടോ? ഡെത്ത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ നോക്കുന്നവർ? നമ്മളെ കൃഷ്ണമണിയില്ലേ ഉള്ളിലുള്ള പീപ്പിൾസ്, അത് ഡയലേറ്റ് ആൻഡ് ഫിക്സഡ് ആയി പോയിട്ടുണ്ട്. ടോർച്ച് അടിച്ച് നമ്മളെ കണ്ണിലൊക്കെ ടോർച്ച് അടിച്ച് കഴിഞ്ഞാൽ അത് ചെറുതാവും വലുതാവും ചെയ്യും കൃഷ്ണമണി. ഇത് ഡയലേറ്റഡ് ആൻഡ് വലുതായിട്ട് ഫിക്സ് ആയി പോയിട്ടുണ്ടാവും, അനങ്ങൂല, മൂവ് ചെയ്യൂല. ഓക്കെ. കോൾഡ് ആൻഡ് ക്ലാമി പെരിഫറീസ്, കയ്യും കാലൊക്കെ എന്തായാലും തണുത്ത് മരവിച്ചിട്ടുണ്ടാവും. ഓക്കെ. എന്തുകൊണ്ടാണ് തണുത്ത് മരവിക്കുന്നത്? സർക്കുലേഷൻ ഇല്ല, ബ്ലഡ് സർക്കുലേഷൻ. നല്ല ഗ്രൂപ്പ്, എല്ലാം അറിയുന്ന ആൾക്കാരാണ്. ഓക്കെ. ദെൻ ബേസിക് ലൈഫ് സപ്പോർട്ട്. നമ്മൾ ABC പറഞ്ഞില്ലേ, ABCD, അതിന് ഓരോന്നും നോക്കാം. എന്താണ് A, എന്താണ് B, എന്താണ് C, എന്താണ് D എന്ന് നോക്കാം. ഓക്കെ, പെട്ടെന്ന് പോവാം. A എന്ന് പറഞ്ഞാൽ എന്താ? എയർവേ. നമ്മൾ ശ്വാസം എടുക്കുന്ന ട്രാക്കിനാണ് എയർവേ. എയർവേ നമ്മൾ ക്ലിയർ എയർവേ ആണ്. എയർവേ നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കണം. നമ്മൾ വീണ ആൾക്കാരെ എയർവേ ചിലപ്പോൾ എന്തുകൊണ്ടായിരിക്കും കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചിട്ടുണ്ടാവുക? എന്തെങ്കിലും വായിൽ കുടുങ്ങിയിട്ടായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവരെ എയർവേ ക്ലിയർ ആക്കി കൊടുക്കണം. എന്തെങ്കിലും വായിലുണ്ടെങ്കിൽ എടുത്ത് കളയണം. ഓക്കെ, ഫിംഗർ സ്വീപ്പ് ചെയ്തിട്ട് എടുത്ത് കളയണം. അതാ. പിന്നെ ഇങ്ങനെ കഴുത്തൊന്ന് ഈ പൊസിഷനിൽ വെച്ച് കൊടുക്കുക. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, ഈ പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ എന്താവും? നല്ല എയർവേ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഒബ്സ്ട്രക്ഷൻ ഒന്നും ഉണ്ടാവില്ല. റിമൂവ് ഒബ്സ്ട്രക്റ്റിംഗ് സബ്സ്റ്റൻസസ് ഫ്രം ദി മൗത്ത് വിത്ത് ഫിംഗർ. നമ്മളെന്തെങ്കിലും മൗത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് കളയാം. ഡീപ്പാണ് കുട്ടികളിലെങ്കിൽ കൈയിട്ട് എടുക്കാൻ ശ്രമിക്കരുത്. എന്തുകൊണ്ടാണ്? നമ്മൾ കൈയിടുമ്പോൾ ചിലപ്പോൾ അത് വീണ്ടും ഉള്ളിലേക്ക് പോകും. അതുകൊണ്ട് ഡീപ്പാണെങ്കിൽ എടുക്കേണ്ട. പുറമേ എന്തെങ്കിലും കാണുകയാണെങ്കിൽ റിമൂവ് ചെയ്ത്, ടോയ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, അതാണ് A. ദെൻ B. എന്തായിരിക്കും B? ബ്രീത്തിങ്. രണ്ടാമത്തത് ബ്രീത്തിങ്, ശ്വാസം. ഈ രോഗി നമ്മൾ പറഞ്ഞു ലക്ഷണങ്ങളിലെ ഒരു ലക്ഷണം എന്താണ്? നോ ബ്രീത്തിങ്, ശ്വാസം ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കണം. അതാർക്കെങ്കിലും അറിയാവോ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുന്നത്? കണ്ടിട്ടുണ്ടല്ലോ, നമുക്കിന്ന് നോക്കാം. കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കണം. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അയാൾ ബ്രീത്ത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക?
എങ്ങനെ നോക്കുക? നമ്മൾ രോഗീൻ്റെ അടുത്ത് പോയി നോക്കണം. ഈ ഒരു പൊസിഷനിൽ നോക്കിയാലുള്ള ഗുണം എന്താ? ലുക്ക് ദിസ് പൊസിഷൻ. നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, നമുക്ക് ഹിയർ ചെയ്യാൻ പറ്റും, നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ചെസ്റ്റ് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ചെസ്റ്റ് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യൂലേ അല്ലേ? ചെസ്റ്റ് പൊങ്ങൻ താവുകയും ചെയ്യൂലേ അല്ലെ? എക്സ്പാൻഡ് ചെയ്യൂലേ? അപ്പോൾ ഈ പൊസിഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഇവർ ശ്വാസം എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കൺഫേം ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു പൊസിഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. ലുക്ക് ആൻഡ് ഫീൽ ഫോർ 5 seconds. മാക്സിമം ടൈം ഒഴിവാക്കണം പെട്ടെന്ന് തന്നെ, കാരണം ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. ഓക്കെ, അതുകൊണ്ട് പെട്ടെന്ന് എല്ലാ പരിപാടിയും തീർക്കണം. ഒരു 5 seconds മാത്രമേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ. ഇനി എങ്ങനെയാ കൃത്രിമ ശ്വാസോച്ഛ്വാസം എങ്ങനെ കൊടുക്കാം? എങ്ങനെയാണ് കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുക? വീഡിയോ മാൻ എങ്ങനെ കൊടുക്കും? വായിക്കൂടി മൗത്ത് ടു മൗത്ത് മെത്തേഡ് അല്ലേ? മൗത്ത് ടു മൗത്ത് മെത്തേഡ്. നമ്മൾ മറ്റേ ആരാണോ കിടക്കുന്നത് അവരെ വായിലേക്ക് ബ്ലോ ചെയ്യുക, ഒരു ടവലോ എന്തെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്യാം? നമ്മൾ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കാം. മൗത്ത് ടു മൗത്ത് മെത്തേഡ്, അല്ലെങ്കിൽ മൗത്ത് ടു നോസും കൊടുക്കാം. കുട്ടികളാകുമ്പോൾ നമുക്ക് ഒരേ സമയത്ത് ത്രൂ മൗത്ത് ആൻഡ് നോസ് ഒരുമിച്ച് നമുക്ക് വായിൽ കൂടെ മൂക്കിൽ കൂടെ, ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോൾ ഒരുമിച്ച് നമുക്ക് ബ്ലോ ചെയ്യാൻ പറ്റും. ഓക്കെ, വലിയ ആൾക്കാരാകുമ്പോൾ മൗത്തിൽ കൂടെ നമ്മൾ ബ്ലോ ചെയ്യുമ്പോൾ നോസ് പിഞ്ച് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? മൂക്കിൽ കൂടെ കൂടെ പോരും. അപ്പോൾ ഞാൻ ട്രെയിൻ ചെയ്യും പറഞ്ഞുതരാം. നോസ് പിഞ്ച് ചെയ്ത് പിടിച്ചിട്ട് വായിൽ കൂടെ എന്ത് ചെയ്യണം? ബ്ലോ ചെയ്യണം. ഞാൻ കാണിച്ചാൽ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. കണ്ടോ? നോസ് പിഞ്ച് ചെയ്ത് പിടിക്കണം, എന്നിട്ട് മൗത്തിൽ കൂടെ എന്ത് ചെയ്യണം? ബ്ലോ ചെയ്യണം. ഓക്കെ, ഇൻഫൻ്റ് ആകുമ്പോൾ ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലോ ചെയ്യാൻ പറ്റും. ഇനി സി എന്താ? എയർവേ ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. ക്ലിയർ എയർവേ. ബി ബ്രീത്തിങ്. ഓക്കെ, മൂന്നാമത്താണ് ഇമ്പോർട്ടൻ്റ്, റീസ്റ്റോർ സർക്കുലേഷൻ. രക്തചംക്രമണം റീസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാ രക്തചംക്രമണം റീസ്റ്റോർ ചെയ്യുക? എങ്ങനെയാ? കംപ്രഷൻ, ചെസ്റ്റ് കംപ്രഷൻ ചെയ്തിട്ട് രക്തചംക്രമണം റീസ്റ്റോർ ചെയ്യുക. ഓക്കെ, ഇതാണ് സംഭവിക്കുക. നമ്മൾ ചെസ്റ്റ് കംപ്രസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഹാർട്ടിൽ നിന്ന് ബ്ലഡ് എന്ത് ചെയ്യും? ഓഫ് ചെയ്യണ്ട, ചെറുത് ബ്ലഡ് പമ്പ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ എപ്പോഴാണോ കൈ എടുക്കുന്നത് അപ്പോൾ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. മെഡിക്കൽ സപ്പോർട്ട് കിട്ടുന്നത് വരെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. Feel one hand on the center of their chest between the nipples. Then put the other hand on top of the second. Make sure the long axis of the heel of your hand is on the breastbone to reduce the chance for rib fracture. Your shoulders should be right over your hands and your elbows should be straight. Either extend or interlace your fingers to keep them off the victim's chest. You're going to push straight down on the victim's chest, ensuring that you're pushing directly on the breastbone. For adults and children that have reached puberty, you'll press down 1.5 to 2 inches. After each compression, let the chest come back to its normal position, ensuring full chest recoil. This allows blood to flow into the chest compartment. Perform 3 sets of 30 compressions at the rate of 100 per minute, counting out loud as you press. Are you ready? Here we go. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. ഓക്കെ, അപ്പോൾ സി സർക്കുലേഷൻ എങ്ങനെ നമ്മൾ റീസ്റ്റോർ ചെയ്യാം? ഇതുപോലെ കംപ്രഷൻ ചെയ്തിട്ട് 30 times നമ്മൾ 30 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം? കംപ്രഷൻ ചെയ്യണം. അതിനുശേഷം നമ്മൾ 2 പ്രാവശ്യം ആർട്ടിഫിഷ്യൽ ബ്രീത്ത് കൊടുക്കണം, കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കണം. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? കംപ്രഷൻ കൊടുക്കണം. നമുക്ക് വരാം. അപ്പോൾ അതിന് മുന്നേ ലാസ്റ്റ് വൺ ഡി എന്താ? ഡി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. അത് ചിലപ്പോൾ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഡി എന്ന് പറയുന്നത് ഡീഫിബ്രിലേഷനാണ്. ഡീഫിബ്രിലേഷൻ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഷോക്കെല്ലാം കൊടുക്കുന്നുണ്ട്, 2 സാധനം എടുത്തിട്ട് നെഞ്ചത്ത് വെച്ചിട്ട് ഇങ്ങനെ റിവേർട്ടായി വരുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? അത് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന. ഇത് നമുക്ക് സാധാരണക്കാർക്കും ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ഇപ്പം ഉണ്ട്. അതിനാണ് പറയുക AED, ഒരു മെഷീനാണ്. നമ്മൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലും പാർക്കിലും മാളുകളിലും എല്ലാം ഇത് ഇപ്പോൾ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ
മറ്റ് ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഇപ്പോൾ ഉണ്ട്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അവന്യൂസിലൊക്കെ സാധനം ഉണ്ട്. ഓക്കെ, അത് ചെറിയൊരു ഡിവൈസാണ്, ഷോക്ക് കൊടുക്കുന്ന ഒരു ഡിവൈസാണ്. അതിൻ്റെ ഗുണം എന്താ? ഈ ഡിവൈസ് നമുക്ക് എന്ത് ചെയ്യും? ഇൻസ്ട്രക്ഷൻ തരും എന്താണ് ചെയ്യേണ്ടതെന്ന്. അത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അത് പറയും എന്താണ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, സ്വിച്ച് ഓൺ, പുട്ട് ദിസ് വൺ ഹിയർ എന്നല്ല, അത് ഇറ്റ് വിൽ ഗിവ് ഇൻസ്ട്രക്ഷൻ. ദിസ് ഈസ് എ ഡിവൈസ് in the malls and all they're implemented now. We are giving this one, we are using to give shock. Okay, so ആ മെഷീനാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അത് ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അത് കുറച്ചും കൂടി അഡ്വാൻസ് വേർഷനാണ്. അതുണ്ടെങ്കിൽ നല്ലത്, അതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, പിന്നെ ഇല്ലെങ്കിൽ അത് ഉപയോഗിക്കണ്ട. ഓക്കെ, അതിനെപ്പറ്റി അധികം പോകണ്ട നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് പ്രൊസീജിയറിലേക്ക് പോവാം. ഓക്കെ, ഓരോ ഇപ്പം നമ്മൾ എന്തെല്ലാം പഠിച്ചു? ABCD, അതാണ് അതിൻ്റെ ബേസിക്. ഓക്കെ, ഇനി ഈ ABCD നമുക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ പ്രാക്ടിക്കലി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ, നമുക്ക് അങ്ങനെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഓക്കെ, നോ ടൈം ഈസ് ലോസ്റ്റ് ടു എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ടു ദ പേഷ്യൻ്റ് ആസ് റിലേറ്റീവ്. നമ്മൾ എന്ത് ചെയ്യുക? ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരാളിങ്ങനെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരോട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഇത് ഇന്നാണ് സംഭവിച്ചത്, ഇതിങ്ങനെ ചെയ്യണമെന്ന് പറയാനൊന്നും സമയം കൊടുക്കരുത്. നമ്മുടെ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിത് പെട്ടെന്ന് എന്തിലേക്കാണ് പോകേണ്ടത്? ഒരാൾ വീണ് കണ്ടു കഴിഞ്ഞാൽ ഇത് കാർഡിയാക് അറസ്റ്റ് ആണോ എല്ലാം ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് അല്ലേ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നമ്മൾ പറഞ്ഞ 3 അടയാളങ്ങൾ ഉണ്ടോയെന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം പേഷ്യൻ്റ്. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കരുത്. എന്നിട്ട് നമ്മൾ ക്രൗഡിനൊക്കെ ഒന്ന് എന്ത് ചെയ്യണോ? മാറ്റി നിർത്തണം. അല്ലെങ്കിൽ തന്നെ ആൾക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ട് ആൾക്കാർ കൂടും. ഒരാൾ വീണ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ആൾക്കാരെ മാറ്റി നിർത്തണം. ഓക്കെ, എന്നിട്ട് രോഗീനെ നമ്മൾ ഇപ്പോൾ വെള്ളത്തിലോ പിന്നെ വല്ല പുകേൻ്റെ ഉള്ളിലോ എവിടെയാണെന്ന് വെച്ചാൽ ഒരു സേഫ് പ്ലേസ്, നമ്മളെ സേഫ്റ്റി ഫസ്റ്റ്. ഓക്കെ, അവർ സേഫ്റ്റി ഈസ് ഫസ്റ്റ്. ഫസ്റ്റ് എയ്ഡിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? നമ്മളെ ഫസ്റ്റ് നമ്മൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം, എന്നിട്ട് ബാക്കിയുള്ള പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു സേഫ് പ്ലേസിലേക്ക് മാറ്റുക, എന്നിട്ട് ഒരു ഹാർഡായിട്ടുള്ള ഒരു സർഫസിലേക്ക് മലർത്തി കിടത്തണം. ഹാർഡായിട്ടുള്ളൊരു സർഫസിലേക്ക് മലർത്തുക. എന്തുകൊണ്ടാണ് ഹാർഡായിട്ടുള്ള സർഫസിലേക്ക് കിടത്തണം എന്ന് പറയുന്നത്? നമ്മൾ കംപ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രോഗി താണു അല്ലേ? നമ്മൾ കംപ്രഷൻ നല്ല എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഹാർഡ് സർഫസിലേക്ക്, പ്രതലത്തിലേക്ക് നമ്മൾ മലർത്തിയിട്ട് കിടത്തണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഷർട്ട് ഒക്കെ കഴിക്കണം. ഇപ്പോൾ ഫീമെയിൽ ആണെങ്കിൽ ഒരു അതിനനുസരിച്ച് ലോജിക്കായിട്ട് ചെയ്യാം. നമ്മൾ ഫുള്ള് ഓപ്പൺ ചെയ്യാതെ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് CPR കൊടുക്കാം. ഓക്കെ, ഷർട്ട് ഒഴിവാക്കാം. ഫസ്റ്റ് സ്റ്റെപ്പാണ് പറയാൻ പോകുന്നത്. നമ്മൾ ലിസൺ വെരി കെയർഫുള്ളി. നമ്മൾ ഇനി എങ്ങനെയാണ് പ്രാക്ടിക്കലിലേക്ക് പോകുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഒരാൾ വീണ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് അവിടത്തേക്ക് ചെല്ലുക. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതിനോട് സേഫ് പ്ലേസിലൊക്കെ മാറ്റി കിടത്തി കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു ചെക്ക് ദ 3 സൈൻസ് ആൻഡ് സിംറ്റംസ്. നമ്മൾ 3 അടയാളങ്ങൾ നോക്കണം പേഷ്യൻ്റ്. ഓക്കെ, അതിന് ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഹലോ പേരറിയാമെങ്കിൽ പേരറിഞ്ഞിട്ട് ഷെയ്ക്കിംഗ് ആൻഡ് ഷൗട്ടിംഗ് എന്നാണ് പറയുക. ഷെയ്ക്കിംഗ് ആൻഡ് ഷൗട്ടിംഗ്. നമ്മൾ എന്ത് ചെയ്യണം? ഷെയ്ക്ക് ചെയ്തിട്ട് ഷൗട്ട് ചെയ്തിട്ട് പേഷ്യൻറ്റിനെ വിളിക്കണം. എന്തിനാണ് വിളിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? കോൺഷ്യസ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ഷേക്കിംഗ് ആൻഡ് ഷൗട്ടിംഗ് മെത്തേഡ്. അത് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിലാണ് അതിൻ്റെ അർത്ഥം എന്താ? അൺകോൺഷ്യസ് ആണെന്ന് അർത്ഥം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കോൾ ഫോർ ഹെൽപ്പ്. ഒരാൾ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒറ്റക്കാണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹെൽപ്പ് എന്ന് വിളിക്കണം, അല്ലെ സഹായിക്കുമോ എങ്ങനെയാ ചെയ്യുക? ഏതെങ്കിലും ലാംഗ്വേജ് ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു 1-2 ആളെ സംഘടിപ്പിക്കണം ഫസ്റ്റ്. ഓക്കെ, അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അവരോട് പറയണം ആംബുലൻസിനെ വിളിക്കാം. ഇവിടുത്തെ ആംബുലൻസ് നമ്പർ എത്രയാണ്? കുവൈറ്റിലെ ആംബുലൻസ് നമ്പർ 112 വിളിക്കാൻ പറയണം അവരോട്. എന്നിട്ട് നമ്മൾ വീണ്ടും രോഗിയിലേക്ക് തന്നെ പോകണം. ഓക്കെ, AED ഉണ്ടെങ്കിൽ ആ AED എടുത്ത് വരാൻ പറയാം. അതില്ലെങ്കിൽ നോ പ്രോബ്ലം. അവരോട് ആംബുലൻസിനെ വിളിക്കാൻ പറയാം. വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം? രോഗിയിലേക്ക് വരും. എല്ലാവർക്കും ചെയ്യാം, കോമൺ പീപ്പിളിന് ചെയ്യാം. നമ്മൾ സ്കൂളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാവർക്കും ചെയ്യാം. എല്ലാവർക്കും ചെയ്യാം. CPR ആർക്കും കൊടുക്കാം, ലീഗലി നോ ഇഷ്യൂ. CPR എല്ലാവർക്കും കൊടുക്കാം, ബേസിക് ലൈഫ് സപ്പോർട്ട് എല്ലാവർക്കും കൊടുക്കാം. ഓക്കെ, പിന്നെ അങ്ങനെ ആക്സിഡൻ്റുള്ള സ്ഥലത്തും അങ്ങനെ ക്രിമിനൽ ഒഫൻസ് നടന്ന സ്ഥലം അങ്ങനെയെല്ലാം നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. നമ്മളെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് നോ ഇഷ്യൂ, ഒരു ഇഷ്യൂ ഇല്ല. പൊസിഷൻ ദ വിക്ടിം ഓൺ ഹിസ് ബാക്ക് ഓൺ ചെക്ക് പൾസ്. അപ്പോൾ രണ്ടാമത് എന്താ ചെയ്യേണ്ടത്? അത് കഴിഞ്ഞു. അതിന് നമുക്ക് പൾസ് ചെക്ക് ചെയ്യണം.
പൾസ് ചെക്ക് ചെയ്യണം, ബ്രീത്തിങ് ചെക്ക് ചെയ്യണം. നമ്മൾ പറഞ്ഞു ഒന്ന് കോൺഷ്യസ് ആണോ നമ്മൾ ഫസ്റ്റ് തന്നെ ചെക്ക് ചെയ്തു, നമ്മൾ ഹെൽപ്പ് വിളിച്ചു, രണ്ടാമത്തെ ഹെൽപ്പ് വിളിച്ചു, പിന്നെ മൂന്നാമത് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നുണ്ടോയെന്ന് പിന്നെ പൾസ് ചെക്ക് ചെയ്യും അല്ലേ. പൾസ് എങ്ങനെ ചെക്ക് ചെയ്യാം? സാധാരണ പൾസ് ഇവിടെ ചെക്ക് ചെയ്യാം നമുക്ക്, ഇവിടെ റേഡിയൽ പൾസ് അല്ലേ, നമ്മളിവിടെ സാധാരണ പൾസ്. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? പൾസ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ നെക്കില്ലേ, നെക്കിന് എല്ലാവരും 2 ഫിംഗർ എടുക്കുക, 2 ഫിംഗേഴ്സ് എടുത്തിട്ട് ഇവിടെ വെക്ക്. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് ഇവിടെ ഒരു ഗ്രൂവ് കാണാം, ഇവിടെ ഒരു കുഴി കാണാം, ഒരു മസിൽ, ഇവിടെ ഒരു മസിൽ ഉണ്ട് അല്ലേ, സ്റ്റെനോക്ലിയോയിഡ് മസ്റ്റേർഡ് മസിൽ എന്നാണ് അതിന് പറയുക. ആ മസിലിൻ്റെ ഈ ഇതില്ലേ, ഈ വിൻഡ് പൈപ്പ് എന്നാണ് ഇതിന് പറയുക, ശ്വാസം എടുക്കുന്ന പൈപ്പ്, അതിൻ്റെ ഇടയ്ക്കൊരു കുഴി കാണുന്നുണ്ടോ? ഇങ്ങനെ സ്ലൈഡ് ചെയ്തായി മയിലേക്കാണ് പോവുക. ഓക്കെ, അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്ക്. നമുക്ക് ചെറുതായി അധികം പ്രസ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ ടിപ്പ് ടിപ്പ്. ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? സിബിയർ കൊടുക്കാൻ നമുക്ക് ഉപയോഗിക്കാം. ഇല്ലാത്തവരുണ്ടോ? ഇപ്പുറം സൈഡിലോട്ട്, കൈൻ്റെ സൈഡിലോട്ട് തന്നെ ഉണ്ട്. നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പം നിൽക്കുക, ആ പൾസ് ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, ആ പൾസ് ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ 30 കംപ്രഷൻ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം? 30 കംപ്രഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് ബ്ലോ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് ഇനി നോക്കണ്ട. നമ്മളെന്ത് ചെയ്യുക? പൾസ് ഇല്ലെങ്കിൽ ശ്വാസം ഉടനെ പോകും. അപ്പോൾ നമുക്ക് ബ്ലോ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. നിങ്ങൾ ശ്വാസം എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനൊന്നും ആവണ്ട. നമുക്ക് പേഷ്യൻ്റ് ഇങ്ങനെ അൺകോൺഷ്യസ് ആയാൽ തന്നെ ഒരുവിധം കൺഫേം ആണ് കാർഡിയാക് അറസ്റ്റ് ആണെന്നുള്ളത്. അതാണ് മെയിനായിട്ട് നോക്കേണ്ടത്, കോൺഷ്യസ് ആണ് അൺകോൺഷ്യസ് ആണ്. ഓക്കെ, എന്നിട്ട് പൾസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ബ്രീത്തിങ് നോക്കിയിട്ട്, ബ്രീത്തിങ് ഇല്ലെങ്കിൽ 2 പ്രാവശ്യം എന്ത് ചെയ്യുക? മൗത്ത് ടു മൗത്ത് മെത്തേഡിൽ 2 പ്രാവശ്യം ബ്ലോ ചെയ്യുക. വീണ്ടും 30 പ്രാവശ്യം ചെയ്യുക. 2 പ്രാവശ്യം ശ്വാസം കൊടുക്കുക. 30 പ്രാവശ്യം എന്ത് ചെയ്യാം? 30:2. വി ആർ കംപ്രസിങ് 30 ടൈംസ് ആൻഡ് 2 മൗത്ത് ടു മൗത്ത് മെത്തേഡ് ബ്ലോയിങ്. ഓക്കെ, മതി വെച്ച് അതായത് നമുക്ക് എല്ലാ കേസിലൊന്നും മൗത്ത് ടു മൗത്ത് മെത്തേഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രധാനമായിട്ട് ചെയ്യേണ്ടത് കംപ്രഷനാണ്. ഓക്കെ, റെസ്പിറേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം തോന്നുന്ന മൗത്ത് ടു മൗത്ത് മെത്തേഡ് കൊടുക്കണ്ട. എസ്പെഷ്യലി പോയ്സണിങ് ആയിട്ട് വീണ ആൾക്കാർ, പോയ്സണിങ് ആയിട്ട് കാർഡിയാക് അറസ്റ്റ് സംഭവിച്ച ആൾക്കാർ, വൊമിറ്റ് ചെയ്യുന്ന ആൾക്കാർ, അവർക്കൊന്നും മൗത്ത് ടു മൗത്ത് മെത്തേഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൺലി കംപ്രഷൻ. ഓക്കെ, കംപ്രഷൻ ഇസ് ഇനഫ്. 30 പ്രാവശ്യം. ഓക്കെ, 30 വെച്ച് കംപ്രഷൻ ചെയ്ത് പോയാൽ മതി. മൗത്ത് ടു മൗത്ത് മെത്തേഡ്. പിന്നെ നമ്മളോട് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ വിഷയമില്ലല്ലോ, നമുക്കറിയാലോ. അവർക്ക് എന്ത് ചെയ്യാം? നമുക്ക് മൗത്ത് മൗത്ത് മെത്തേഡും കൊടുക്കാം. അതിന് ഡയറക്റ്റ് കൊടുക്കണമെന്നില്ല, എന്തെങ്കിലും കർച്ചീഫോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ കൂടെ ബ്ലോ ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് കരോട്ടിഡ് പൾസ്. ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇതാണ് കരോട്ടിഡ് പൾസ് ചെക്ക് ചെയ്യേണ്ടത്. Okay, you know how to do compressions and give breaths. Let's practice them together. We're going to do 3 cycles of 30 compressions combined with 2 breaths using mouth to mask breathing. Remember to press down 1.5 to 2 inches when you compress and allow full chest recoil. You should already be in position, so practice along now as we combine both steps into one sequence. You ready? Here we go. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അവരടുത്ത് ഒരു ഡിവൈസ് ഉണ്ട്, മാസ്ക് ഡിവൈസാണ്. അത് മെഡിക്കൽ പീപ്പിൾസിൻ്റെ അടുത്ത് ദ ഹാവ് മാസ്ക് ടു ബ്ലോ ഇറ്റ്. മൗത്ത് ടു മൗത്ത് മെത്തേഡ് കൊടുക്കുന്നത് അതാണ് കുറച്ചുകൂടി സേഫ്. 1 വേ വാൽവാണ്. ഓക്കെ, ഓക്കെ, ഇനി എങ്ങനെയാണ് കംപ്രഷൻ കൊടുക്കുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കണേ, നമ്മളെ നോൺ ഡോമിനൻ്റ് ഹാൻഡ് എടുക്കുക ആദ്യം. ഓക്കെ, നമ്മൾ കംപ്രസ് ചെയ്യുന്ന കണ്ടില്ലേ? ഇനി എങ്ങനെയാണ് കംപ്രസ് ചെയ്യുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. എവിടെയാണ് ഹാൻഡ് വെക്കേണ്ടത്, എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, നമ്മളെ നോൺ ഡോമിനൻ്റ് ഹാൻഡ്, നമുക്ക് പാസ് ഇല്ലാത്ത കൈ ആദ്യം എടുക്കുക. നമ്മൾ റൈറ്റ് ഹാൻഡഡ് പേഴ്സൺ ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് എടുക്കുക. എന്നിട്ട് റൈറ്റ് ഹാൻഡ് നമ്മൾ ഈ ഇന്റർലോക്ക് ചെയ്യും, ഇങ്ങനെ പിടിക്കുക. ഓക്കെ, ഓക്കെ, എല്ലാവരും ഒന്ന് പിടിച്ചെങ്ങനെ.
ഓക്കെ, ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഭാഗം ഇല്ലേ, ഈ ഭാഗം ഓക്കെ, ഹീൽ ഓഫ് ദ ഹാൻഡ് ഓക്കെ, ഇത് നമ്മൾ രോഗീൻ്റെ ചെസ്റ്റിൽ എന്ത് ചെയ്യണം, വെക്കണം, ഈ ഭാഗം മാത്രം ഓക്കെ. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെക്കണം. എവിടെ വെക്കും? ചെസ്റ്റിൽ. ചെസ്റ്റ് ഇവിടെ ഒരുപാടില്ലേ, എവിടെ വെക്കുക ചെസ്റ്റിൽ? ഹാർട്ട് ലെഫ്റ്റ് സൈഡിലാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ആ, ലെഫ്റ്റ് സൈഡില, മിഡിൽ മുതൽ ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഓക്കെ. നമ്മൾ വെക്കേണ്ടത് ഇവിടെ നടുക്കൊരു ബോണുണ്ട്, സ്റ്റേൺ എന്നാണ് അതിന് പറയാം. നിങ്ങൾ എല്ലാവർക്കും ഫീൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ മുകളിലാണ് റിബ്സ് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ. ഫീൽ ചെയ്യുന്നില്ല അല്ലേ? നടുക്ക് ഇതാ, ഇവിടെ മുതൽ തൊണ്ടക്കുഴി മുതൽ ഇവിടെ വരെ, വയറ് വരെ എന്തുണ്ട്, ഒരു ബോണുണ്ട്, സ്റ്റേണം എന്നാണ് അതിന് പറയാം ഓക്കെ. അതിൻ്റെ മുകളിലാണ് നമ്മൾ കൈ വെക്കേണ്ടത്. പക്ഷേങ്കിൽ ഇവിടെ മുതൽ ഇവിടെ വരെ ഇല്ലേ, അപ്പോൾ അവിടെ ഇവിടെ വെക്കുമോ, ഇവിടെ വെക്കുമോ, ഇവിടെ വെക്കുമോ, ഇവിടെ വെക്കും, എവിടെ വെക്കും, എവിടെ വെക്കും, എവിടാ? നിപ്പിൾസ് ഇല്ലേ, രണ്ട് നിപ്പിൾസ്, ഇവിടെ നിപ്പിൾസ്, രണ്ട് നിപ്പിൾസ് ഇല്ല, എല്ലാവർക്കും ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് ഒരു എന്ത് ചെയ്യുക, ഒരു ലൈൻ ഇമേജിൻ ചെയ്യാം ഓക്കെ. 2 നിപ്പിൾസിൻ്റെ ഇടയ്ക്ക് ഒരു ലൈൻ ഇമേജിൻ ചെയ്യാം, ഇന്റർമാമലറി ലൈൻ എന്നാണ് അതിന് പറയാം. അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യാം, ഓക്കെ, മിഡിലിൽ ഇന്റർമാമലറി ലൈനിൽ ഇങ്ങനെ വെക്കും ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് നമ്മളെ ഷോൾഡർ എവിടെ വരണോ, നേരെ മുകളിൽ വരണം. ഹാൻഡ് സ്ട്രെയിറ്റ് ആയിരിക്കണം, മടങ്ങി ഇങ്ങനെ, ഇങ്ങനെയല്ല ഇങ്ങനെ. എന്തുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ ടയർഡായി പോകും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷോൾഡർ കൊണ്ട് എന്ത് ചെയ്യാം, പ്രസ് ചെയ്യാൻ പറ്റും ഓക്കെ, ടയർഡാവും ഓക്കെ. അങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 ഓക്കെ. 30 ടൈംസ് പ്രസ് ചെയ്യണം. നമ്മൾ നേരത്തെ ഹെൽപ്പ് വിളിച്ചില്ലേ ഒരാളാ, എന്തിനാണെന്നറിയാം, ഇത് ഹെൽപ്പ് ചെയ്യാൻ കൂടിയാണ്. 2 പ്രാവശ്യം നമ്മൾ അടിക്കുമ്പോഴേക്കും നമ്മൾ തളരും. അപ്പോൾ അവരെ കൊണ്ട് അടുപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ശ്വാസം കൊടുക്കണം ഓക്കെ. അങ്ങനെ ഓരോ സൈക്കിൾ കഴിയുമ്പോൾ എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യണം. ആര് വരുന്നവരെ, ആംബുലൻസ് വരുന്നത് വരെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്നവരെ ഇതിങ്ങനെ ചെയ്തുകൊണ്ട് പോകണം ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൻ്റെ സ്പീഡ് എത്രയാണ്, എങ്ങനെ ഇത് ചെയ്യുക, എത്ര സ്പീഡ് ചെയ്യണം? ഇങ്ങനെ ചെയ്യാം, 1 2 അങ്ങനെ ചെയ്യാം, 1 2 3 4 5 6 അങ്ങനെ ചെയ്യാം. അതിൻ്റെ സ്പീഡ് എങ്ങനെയാണ്? നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവല്ലോ, കാണിച്ചിട്ടുണ്ടല്ലോ. 100 per minute, 100 times per minute. ഒരു മിനിറ്റിൽ 100 പ്രാവശ്യം ചെയ്യുന്ന രീതിയിൽ ചെയ്യണം. നമ്മൾ ഒരു മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ട്? 60. അപ്പോൾ സെക്കൻഡ് എങ്ങനെ വരിക? 1 2 3, അതല്ലേ സെക്കൻഡ് പോക്ക്. അതിനേക്കാൾ എന്ത് ചെയ്യണം, കുറച്ച് സ്പീഡ് കൂട്ടിയായിരിക്കണം ഓക്കെ. എന്നാൽ വളരെ സ്പീഡ് അവർ ചെയ്ത് 1 2 3 4 അങ്ങനെ അടിക്കുകയും ചെയ്യരുത്. ഒരു 100, ഒരു മിനിറ്റിൽ 100 കംപ്രഷൻ വരുന്ന റേറ്റിൽ അടിക്കണം. ഇങ്ങനെ നോക്കോളെ, 1 2 3 4 5 6. അതുകൊണ്ടാണ് കൗണ്ട് ചെയ്യുന്നത്. കൗണ്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു താളത്തിൽ എന്ത് ചെയ്യും, നമുക്ക് അടിക്കാൻ പറ്റും ഓക്കെ. അതുകൊണ്ടാണ് 1 2 3 4 എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ അടിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് എത്രത്തോളം താഴത്തേക്ക് അടിക്കണം? 2 ഇഞ്ചസ്. നിങ്ങൾ വീഡിയോ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. 2 ഇഞ്ചസ് അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റർ ഡെപ്തിലൊക്കെ എന്ത് ചെയ്യണം, അഡൽട്ടിന് നമ്മൾ എന്ത് ചെയ്യണം. അപ്പോൾ അതങ്ങനെ നമ്മൾ മെഷർ ചെയ്യാം, അതങ്ങനെ മെഷർ ചെയ്യുകയും ചെയ്യണം. നമുക്ക് ഏകദേശം ഒരു കണക്ക് കിട്ടുക. ചെറുതായി പോയാൽ എന്താ പ്രശ്നം എന്താ പറയുക, ഇങ്ങനെ കാണിക്കാൻ വേണ്ടി ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാം, നമ്മൾ എന്ത് ചെയ്യില്ല, ഹാർട്ട് എന്ത് ചെയ്യില്ല, പ്രോപ്പറായിട്ട് സ്ക്യൂസ് ആവില്ല ഇൻസൈഡ്. അപ്പോൾ ചിലപ്പോൾ റിബ്സ് ബ്രേക്ക്, ഇത് ഡാമേജ് ഒക്കെ ആവും, ഫ്രാക്ചറൊക്കെ സംഭവിക്കും. നോ പ്രോബ്ലം, നമ്മളെ പേഷ്യൻ്റെ ലൈഫ് സേവ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഫ്രാക്ചർ ഒന്നും ബോധർ ചെയ്യേണ്ട, നമ്മൾ എന്ത് ചെയ്യുക, ഒരു 2 ഇഞ്ചസിനെ ഡീപ്പായിട്ട് അടിക്കുക ഓക്കെ. അതുകൊണ്ടാണ് ഹാൻഡ് പ്ലേസ് ചെയ്യുന്ന സാധനം ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ റിഫ്രാക്ചർ നമുക്ക് കുറക്കാൻ പറ്റും. കറക്റ്റ് ഈ ബോണിൻ്റെ മുകളിൽ തന്നെ നമ്മൾ കംപ്രസ് ചെയ്യുന്നെങ്കിൽ റിഫ്രാക്ചർ ഉണ്ടാവില്ല. ഒരു സൈഡല്ല, മിഡിൽ, ഏത് സൈഡാലും കുഴപ്പമില്ല. നമ്മൾ വെക്കുന്ന ഹാൻഡ് ഇതിൻ്റെ മുകളിലാണ് കേട്ടോ, ഏത് സൈഡാലും കുഴപ്പമില്ല, നോ പ്രോബ്ലം. അപ്പോൾ ഈ കംപ്രഷൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് റേറ്റ് എത്രയാണ്? 100 അല്ലേ, 100. എത്ര താഴത്തിൽ പോകണം? 5 സെൻറ്റിമീറ്റർ ഓക്കെ, അല്ലെങ്കിൽ 2 ഇഞ്ചസ്. നല്ല ഡീപ്പായിട്ട് അടിക്കുക ഓക്കെ. ഈ രീതിയിൽ 30 പ്രാവശ്യം അടിക്കുക, 2 ശ്വാസം കൊടുക്കുക, 30 പ്രാവശ്യം അടിക്കുക, 2 ശ്വാസം കൊടുക്കുക, 30 പ്രാവശ്യം കണ്ടിന്യൂ ചെയ്യുക. അപ്പോഴേക്ക് ആംബുലൻസ് എത്തും. ആംബുലൻസ് എത്തുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യും ഓക്കെ. ഇതാണ് സംഭവം. ഇനി മൗത്ത് മെത്തേഡ്. നമ്മൾ എങ്ങനെയാണ് എയർവേ ക്ലിയർ ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ഇങ്ങനെ പിടിക്കുക, ചിന്ന് പിടിക്കുക, ചിന്ന് ഓക്കെ, ചിന്ന് പിടിക്കുക, ഹെഡ് പിടിക്കുക, ചിൻ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ എയർവേ സ്ട്രെയിറ്റ് ആയി ഓക്കെ.
ഇതാണ് മെത്തേഡ്, നമ്മൾ എയർവേ ക്ലിയർ ചെയ്യാനുള്ള മെത്തേഡാണ്. ഓക്കെ, ഹെഡ് ചിൻ ലിഫ്റ്റ്, ഹെഡ് ടിൽറ്റ് എന്നാണ് പറയുക. ഹെഡ് എന്ത് ചെയ്യുക, ടിൽറ്റ് ചെയ്യുക, ചിൻ എന്ത് ചെയ്യുക, ലിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് അതിൻ്റെ മെത്തേഡ്. ഓക്കെ, എന്തെങ്കിലും സംശയമുണ്ടോ ഇതുവരെ? വോമിറ്റ് ചെയ്യുമ്പോൾ സൈഡിലോട്ട് ചെരിച്ചു പിടിക്കുക. ഓക്കെ, നമ്മുടെ മൗത്ത് എന്ത് ചെയ്യാം, സൈഡിലോട്ടൊക്കെ ചെരിച്ചു കൊടുക്കുക. എന്തിനാ വോമിറ്റ് ചെയ്യും? ഇനിയിപ്പോൾ ഇതിൽ കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിലും വോമിറ്റ് ചെയ്യും എന്തിനാ സൈഡിലോട്ട് ചെരിച്ചു പിടിക്കുന്നത്? ഒരു പ്രാവശ്യം ഒരു കാരണവശാലും പൊക്കരുത് പേഷ്യന്റിനെ. വോമിറ്റ് ഇപ്പോൾ ഇതല്ല കാർഡിയാക് അറസ്റ്റ് വിട്. ഏതെങ്കിലും ഒരു രോഗി അല്ലെങ്കിൽ ഒരാൾ വോമിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ അപ്പാടി ഇങ്ങനെ എടുക്കുകയല്ലേ ചെയ്യുക. അങ്ങനെ എടുക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, അവരെ ചെരിച്ച് കിടത്തണം. ചെരിച്ച് കിടത്തുമ്പോൾ വോമിറ്റിങ് ഫുള്ളങ്ങ് നമ്മളെ പുറത്തേക്ക് പോകും. ഒരിക്കലും കുട്ടികൾ വോമിറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ എണീപ്പിക്കരുത്. ഓക്കെ, അവരെന്ത് ചെയ്യാം, ചെരിച്ചങ്ങ് കിടത്തുക. അപ്പോൾ എന്ത് ചെയ്യില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആസ്പിറേറ്റ് ചെയ്തോ ലങ്സിലേക്ക് പോകും പേഷ്യൻ്റ്. ഓക്കെ, അതുകൊണ്ട് ചെരിച്ച് കിടത്തുക, എപ്പോഴും ചെരിച്ച് കിടത്തുക. ABCD കറക്റ്റ്, സ്റ്റെപ്പ് കറക്റ്റ്. ഓക്കെ, ഞാനൊന്ന് ഒരു ഡെമോ കാണിച്ചു തരാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയിലേക്ക് പോകാം. ഓക്കെ, സ്ട്രോക്ക് എന്ന് പറയുന്നത് കാർഡിയാക് അറസ്റ്റ് രണ്ടാണ്. കാർഡിയാക് അറസ്റ്റിൽ ബ്രെയിൻ ഡെത്താണ് സംഭവിക്കുക. സ്ട്രോക്ക് രണ്ട് തരത്തിലുണ്ടാവുക. ഒന്ന്, നമ്മളെ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ കുറയും. സർക്കുലേഷൻ കുറയാന്ന് വെച്ചാൽ ബ്രെയിനിൽ രക്തക്കുഴലുകളുണ്ട്. ആ രക്തക്കുഴലുകൾ ഒന്നുകിൽ അത് നാരോ ആയിട്ട് എന്ത് ചെയ്യുക, സർക്കുലേഷൻ സ്റ്റോപ്പായി പോവുക. അപ്പോൾ ആ ഭാഗത്തുള്ള ബ്രെയിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഡാമേജ് സംഭവിക്കുള്ളൂ, ഒരു ഭാഗം. ഓക്കെ, അല്ലെങ്കിൽ രക്തക്കുഴൽ ബ്രോക്കൺ ആവുക, ഹെമറാജിക് സ്ട്രോക്ക് എന്നാണ് അതിന് പറയുക. അതെന്ത് ചെയ്യുക, പൊട്ടുമ്പോൾ എന്ത് ചെയ്യും, ആ ഭാഗത്തുള്ള ബ്രെയിൻ സെൽസ് ഡാമേജ് ആവും, മൊത്തത്തിൽ ബാധിക്കില്ല. പിന്നെ മാസീവ് ഹെമറേജ് ഉണ്ടാവണം. മൊത്തത്തിൽ ഹെമറേജ് ഉണ്ടാകുമ്പോൾ ബ്രെയിൻ ഷിഫ്റ്റ് ഒക്കെ സംഭവിക്കുമ്പോഴാണ് അതുണ്ടാവുക. അത് ഡിഫറെൻറ്റ് കോസാണ്. ബ്രീത്തിങ് ഉണ്ടാവും, നല്ല ബ്രീത്തിങ്ങിന് പ്രശ്നം ഉണ്ടാവില്ല. അൺകോൺഷ്യസ്നെസ് മാത്രമേ ഉണ്ടാവും. പൾസ് ഉണ്ടാവും, ബ്രീത്തിങ്ങും ചെയ്യും, പക്ഷേ കോൺഷ്യസ് ആയിരിക്കില്ല. ഈ രണ്ട് സിംറ്റംസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, അങ്ങനെ ശ്രദ്ധിക്കാം. ഓക്കെ, ഒരാളിങ്ങനെ വീണ് കിടക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഹലോ പേരറിയെങ്കിൽ നമുക്ക് പേര് വിളിക്കാം. പേരറിഞ്ഞു അറിയോ ഓക്കെ ഹെൽപ്പ് വിളിക്കണം. അപ്പോൾ ഹെൽപ്പ് ആരെങ്കിലും വരികയാണെങ്കിൽ നീ പോയി ആംബുലൻസിനെ വിളിച്ച് AED ഉണ്ടെങ്കിൽ എടുത്തോണ്ട് പെട്ടെന്ന് ഉടനെ പൾസ് നോക്കണം. ഓക്കെ, പൾസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാറ്, ശ്വാസം എടുക്കുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. No pulse. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. ശ്വാസം ഉണ്ടോ എന്ന് നോക്കിക്കളാതെ. ശ്വാസം ഇല്ല. ഇപ്പം 2 ബ്ലോ കൊടുക്കുന്നു. 1, 2. അങ്ങനെ എന്ത് ചെയ്യുക, ഈ സൈക്കിള് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. 30 എന്ത് ചെയ്യും, ഒരു 2-3 സൈക്കിള് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം പേഷ്യൻ്റ് റിവേർട്ടാണെന്നാണ്. പേഷ്യൻ്റ് റിവേർട്ടായി വരും. അങ്ങനെ സംഭവിച്ച ഒരുപാട് കേസുകൾ നമ്മുടെ ഹോസ്പിറ്റൽസിലാണെങ്കിലും അല്ലാതെയും നമ്മളെ രക്ഷപ്പെടുത്തിയ ഒരുപാട് കേസുകളുണ്ട്. ഓക്കെ, അതിലേക്ക് പോകാം. താങ്ക് യു. Okay, we've covered almost all of the skills of CPR. Now let's add the assessment steps that lead up to compressions and breathing. You can see this one. First of all, you'll want to assess the victim's responsiveness. This starts with tapping the victim and shouting to get their attention. Hey, are you okay? Sir, can you hear me? Mike, he's not responding. I'll get help from the ED. If the victim doesn't respond, activate the emergency response system if you are not EMS and get an AED. If you are in an out-of-hospital setting, you'll call either 911 or your local emergency response number. If you are in an in-hospital 911 നമ്പർ അല്ല കേട്ടോ. നമ്മളെത്രയാ, നമ്മളെ ആംബുലൻസ് നമ്പർ എത്രയാ? 112. setting, you may generally call a code and get a crash card. Hey, are you okay? Sir, can you hear me? You activate the emergency response system and get an AED. Open the victim's airway and assess the victim by looking. ആദ്യം
മുൻകാലങ്ങളിൽ ആദ്യം നമ്മൾ ശ്വാസമായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്, അതിപ്പോൾ മാറി. ഇപ്പോൾ ആദ്യം നമ്മൾ എന്താണ്, നമ്മൾ സർക്കുലേഷനാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് നോക്കണ്ട കേട്ടോ. Listening and feeling for adequate ഇതുപോലെയാണ് breathing. ശ്വാസം നോക്കേണ്ടത്. If the victim is not breathing adequately, give 2 breaths. Then check the victim's pulse. Maintain a head tilt with one hand and locate the trachea using 2 or 3 fingers of the other hand. Slide these fingers in. ഇതാണ് മെത്തേഡ്, പൾസ് നോക്കുന്ന മെത്തേഡാണിത്. കണ്ടോ, ക്ലിയർ ആയില്ല? നമ്മൾ 2 ഫിംഗർ എവിടെ വെക്കണം? വിൻഡ് പൈപ്പിൻ്റെ മുകളിൽ വെക്കണം. എന്നിട്ട് ഏത് സൈഡിലെ ഹാൻഡാണ് ഉപയോഗിക്കുന്നത് ആ സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യണം. ഓക്കെ, ആ സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് പൾസ് കൺഫ്യൂഷൻ ആയി വിചാരിച്ചോ, എന്നാലും നിങ്ങൾക്ക് CPR ചെയ്യാം, കംപ്രഷൻ ചെയ്യാം കേട്ടോ. കിട്ടുന്നില്ലെങ്കിലും ചെയ്തോ കേട്ടോ. Into the groove between the trachea and the muscles at the side of the neck, where the carotid pulse can be felt. Make sure you check for a pulse on the side closest to you. It's important to remember that you should spend at least 5, but no more than 10 seconds trying to locate the pulse. If you do not find the pulse within 10 seconds, move on to cycles of chest compressions and breaths. 2, 3, 4, 5, 6, 7. When another rescuer is available to assist with CPR at the scene, the second rescuer should activate the emergency response system if he or she is not EMS and get an AED. Each rescuer CPR, each rescuer has specific roles. The first rescuer performs chest compressions and counts out loud. The second rescuer maintains the open airway and gives breaths. ഓക്കെ, കംപ്ലീറ്റ് ഇനി നമുക്ക് സമ്മറൈസ് ചെയ്യാം എന്താണ് ഇതുവരെ സംഭവിച്ചതെന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മളൊരാൾ വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? നമ്മൾ അടുത്തേക്ക് പോകുന്നു, കോൺഷ്യസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. കോൺഷ്യസ് അല്ലെങ്കിൽ ഹെൽപ്പ് വിളിക്കുന്നു. ഹെൽപ്പ് വന്നപാട് നമ്മൾ പൾസ് ചെക്ക് ചെയ്യുന്നു. പൾസ് ഇല്ലെങ്കിൽ കംപ്രഷൻ ചെയ്യുന്നു. ശ്വാസം ചെക്ക് ചെയ്യുന്നു. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. പിന്നെ 30:2, 30:2. ശ്വാസം ഉണ്ടെങ്കിലോ? ശ്വാസം ഉണ്ടെങ്കിൽ ശ്വാസം കൊടുക്കണ്ട, കംപ്രഷൻ മാത്രം കൊടുത്താൽ ഉടനെ ശ്വാസം നിൽക്കും, അത് വേറെ കാര്യം. ഓക്കെ, നമ്മൾ ഉടനെ കണ്ടെങ്കിൽ ചിലപ്പോൾ ശ്വാസം ഉണ്ടാവും. മനസ്സിലായില്ല? അറസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുന്നെങ്കിൽ ചിലപ്പം ബ്രീത്ത് ഉണ്ടാവും. ചെറുതായി ബ്രീത്ത് ഇല്ലെങ്കിലും എന്ത് ചെയ്യും? ബ്രീത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടാവും. ബ്രീത്ത് എടുക്കാൻ പറ്റില്ല പ്രോപ്പറായിട്ട്. ഓക്കെ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? പേഷ്യൻ്റ് എന്ത് ചെയ്യും? പെട്ടെന്ന് എവേക്ക് ആവും, കൈയൊക്കെ മൂവ് ചെയ്യാൻ തുടങ്ങും, കണ്ണ് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. അതാണ് എഫക്റ്റീവ് സൈന്, അവർ റിവേർട്ട് ചെയ്യുന്നുള്ള സൈൻ അത്. ഓക്കെ, നിങ്ങൾ എപ്പോഴാണ് CPR സ്റ്റോപ്പ് ചെയ്യുക? എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുക? 2 കേസിലെ നമ്മൾ CPR സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഒന്നെന്താ? ആംബുലൻസ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. രണ്ടാമത്തെ എന്താണ്? റിക്കവറി ആവും. ചില ആൾ റിവേർട്ടായി വരും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? CPR സ്റ്റോപ്പ് ചെയ്യാം. ഒരു കാരണവശാലും ഇത് ഇമ്പോർട്ടൻ്റ്, ചിലപ്പോൾ റിവേർട്ടായി വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? പേഷ്യൻറ്റിനെ എണീറ്റ് നിൽപ്പിക്കാൻ പാടില്ല. ഷുഡ് ബി ലേ ഡൗൺ. ആംബുലൻസ് വന്നിട്ട് സ്ട്രെച്ചറിൽ കൊണ്ടുപോകാനേ പാടുള്ളൂ. ഒരു കാരണവശാലും നിർത്തരുത്. വീണ്ടും എന്ത് ചെയ്യും? അവർ കൊളാപ്സ് ആവും. ഓക്കെ, അതുകൊണ്ട് കിടത്തുക, കൈയും കാലൊക്കെ മുകളിലോട്ടേക്ക് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിർത്താൻ പാടില്ല കേട്ടോ. ഓക്കെ, വോമിറ്റ് ചെയ്യാനുള്ള കാരണം കുറേ ഉണ്ട്. ഒന്ന്, നമ്മൾ മൗത്ത് മെത്തേഡ് കൊടുത്തായിരുന്നോ? കൊടുത്ത നമ്മൾ ബ്ലോ ചെയ്യുമ്പോൾ CPR അടിക്കാൻ പാടില്ല. നമ്മളിത് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായിലേക്ക് ഊതരുത്. അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായിലേക്ക് ഊതി എന്താ പ്രശ്നം? നമ്മൾ ഊതുന്ന വായു ലങ്സിലേക്ക് പോകില്ല, മറിച്ച് എവിടത്തേക്ക് പോകും? സ്റ്റൊമക്കിലേക്ക് പോകും. രണ്ടിനും ഒരേ വഴിയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും ഇവിടെ വരെ ഒരേ വഴിയാണ്. അപ്പം നമ്മൾ ഊതുന്ന എയർ അങ്ങോട്ട് പോകും? സ്റ്റൊമക്കിലോട്ട് പോകും. അത് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. അപ്പോൾ എന്ത് ചെയ്യും? വൊമിറ്റ് ചെയ്യും പേഷ്യൻ്റ്. അതുകൊണ്ട് 30 പ്രാവശ്യം കംപ്രഷൻ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യണം. 2 ബ്രീത്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം? കംപ്രഷൻ ചെയ്യണം. അതൊരു റീസൺ.
പിന്നെ എന്ത് കേസ് കൊണ്ടാണ് ഇത് വന്നതെന്നറിയില്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലും റീസൺ കൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വൊമിറ്റ് ചെയ്യുന്ന സമയത്ത് ഹെഡ് ടിൽറ്റ് ചെയ്ത് വെക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. അപ്പോൾ മൗത്ത് പിന്നെ കൊടുക്കണ്ട, മൗത്ത് തിരിച്ചു വെക്കുക, ചെസ്റ്റ് കംപ്രഷൻ മാത്രം കൊടുക്കുക, ബ്രീത്തിങ് കൊടുക്കണ്ട. ക്യാൻ ബി അതിനോട് ചോദിച്ചല്ലോ ആരും അത്. ആ എങ്ങനെ ആ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു. ഹാർട്ട് റേറ്റ് ഉണ്ടെങ്കിൽ പിന്നെ ചെയ്യണ്ട കാര്യമില്ല. നമ്മൾ ലേറ്റ് ആയിട്ടാണ് കണ്ടിട്ടുള്ളതെന്ന് അർത്ഥം. അല്ലെങ്കിൽ കോൺഷ്യസ് ആവും, ഓട്ടോമാറ്റിക്കായിട്ട് കോൺഷ്യസ് ആയിട്ട് വരും. ആ ഓക്കെ. ആ അത് നമ്മൾ ഹോസ്പിറ്റൽസ് ആണെങ്കിൽ നമ്മൾ ECG നോക്കിയിട്ട് ആ സമയത്താണ് ഉപയോഗിക്കാം. നമ്മൾ AED ഉപയോഗിക്കുമ്പോൾ ഈ പാഡ് അറ്റാച്ച് ചെയ്യൂലേ, അത് മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ചെയ്യും. ഇമ്മീഡിയറ്റ് എപ്പം നമുക്ക് കിട്ടോ സ്റ്റിക്ക് ചെയ്യാം. അപ്പം മെഷീൻ ഡിറ്റക്ട് ചെയ്യും ആസ് ഏർലി ആസ് പോസിബിൾ. ഇപ്പം നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ സൈൻസും സിംറ്റംസ് കണ്ടപാട് കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഒരു 30 എത്തില്ല എന്ന് വെച്ചാൽ അതിൻ്റെ മുന്നേ നമുക്ക് ഫിക്സ് ചെയ്യാം ആസ് ഏർലി. ആ കീറിക്കളയാം, കീറാൻ പറ്റത്തില്ല. കീറാൻ പറ്റുന്നില്ല, കീറിക്കൊണ്ടിരിക്കരുത്, അതിൻ്റെ മുകളിൽ വെച്ച് അടിക്കാം. അടിക്കാം. ഇനി നമുക്ക് പ്രാക്ടിക്കലോട്ട് പോവാം. കം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്താ. നിങ്ങളിങ്ങനെ ഒരു ഇതായിരുന്നു, ഇതൊക്കെ മാറ്റിക്കോ. ഇത് വേണ്ട അവിടെ വെച്ച് മാറ്റണ്ട ഒരു വീട്. ഓക്കെ ഇങ്ങോട്ട്. ഓക്കെ പെട്ടെന്ന് ഇവിടെ നിൽക്ക് വേവാ. നമുക്ക് ടൈമിൻ്റെ ഒരു പ്രശ്നം എടുക്കാം. ഞാൻ ചിൽഡ്രനൊക്കെ ഉണ്ട്, അതെല്ലാം ഒഴിവാക്കിയത്. നമുക്ക് ടൈം ഒരു പ്രശ്നമില്ല. പിന്നെ ചോക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, സമയമില്ല, അതുകൊണ്ടാണ് ഒഴിവാക്കിയത്. ചോക്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്വാസ തടസ്സം എങ്ങനെ മാറ്റാമെന്നുള്ളത്, എങ്ങനെ ചെയ്യാമെന്നൊക്കെ അത് ജസ്റ്റ് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്. ഓക്കെ, ഇതിപ്പോൾ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു സാധാരണ ആൾക്കാരാണ്, നമ്മൾ മെഡിക്കൽ പേഴ്സൺ അല്ല. ഓക്കെ, അതുകൊണ്ട് ചിലപ്പോൾ പൾസ് ഒക്കെ നോക്കാമെന്ന്, പിന്നെ ശ്വാസം നോക്കാമെന്നൊക്കെ പറയാൻ നമുക്കൊരു ടെൻഷൻ ഉണ്ടാകും. അപ്പം നമ്മൾ മെയിനായിട്ട് എയിം ചെയ്യുന്നത് പേഷ്യൻ്റ് കോൺഷ്യസ് ആണോ ഇല്ലയോ എന്നുള്ളതാണ്. ബോധം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഹസീസ് എന്ത് പറ്റി ഇപ്പം എന്ത് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യില്ല. അപ്പം നമുക്കൊരു ഇത് മനസ്സിലായി. അപ്പം നമ്മളെ കൂടെ ആളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആംബുലൻസിനെ വിളിക്കാൻ പറയാം. നമ്മളെന്ത് ചെയ്യുക, ഉടൻ എന്ത് ചെയ്യുക, ഇവിടെ ഇങ്ങനെ തൊടുക, സൈഡിലോട്ട് വരും. എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ അത് വെറുതെ ഒന്ന് നോക്കിയാൽ ഇവിടെയാണ് ശരിക്കും. ഇത് നോക്ക്, ഇതുണ്ട ഈ ഇത് കണ്ടില്ലേ, ട്രക്കിയ, ഇതിന് ട്രക്കിയ എന്നാണ് പറയുക, വിൻഡ് പൈപ്പ്. ഇതിൻ്റെ ഇവിടെയുള്ള ഒരു മസിലുണ്ട്, അതിൻ്റെ ഇടക്കാണ് സംഭവം. ഒരു കുഴിയുണ്ടാവും ഇവിടെ ഒരു കുഴിയുണ്ട്. ഓക്കെ, കറക്റ്റ് ആ പൊസിഷൻ തന്നെ. അധികം പിടിച്ച് നിൽക്കണ്ട. ഓക്കെ, ജസ്റ്റ് നോക്കിയാൽ മതി. അൺറെസ്പോൺസീവ് ആകുമ്പോൾ ഏറ്റവും ഉണ്ടാവുന്ന പൾസ് ഇതായിരിക്കും. നമ്മൾ ഇതൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല, ആദ്യമേ പോകും. ഓക്കെ, ചിലപ്പോൾ ഇവിടെ നോക്കാം. ഓക്കെ, അത് ചെക്ക് ചെയ്ത് ഇല്ല, ഇത് ചെക്ക് ചെയ്തപ്പോൾ ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യാം, ഇത് ചെക്ക് ചെയ്തപ്പോൾ പൾസ് ഉണ്ട്, പൾസ് ഇസ് ദർ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ CPR ചെയ്യണോ, വേണ്ട. അപ്പോൾ നമ്മൾ ഉടനെ എന്ത് ചെയ്യണം, ശ്വാസം ഉണ്ടോ നോക്കണം. ശ്വാസം ഇല്ലെങ്കിൽ 2 ബ്ലോ കൊടുക്കുക. CPR കൊടുക്കണ്ട, പൾസ് ഉണ്ടാവും. എന്നിട്ട് ബ്ലോ കൊടുത്തിട്ട് നോക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യുക, പൾസ് നോക്കുക. പൾസ് ഇല്ലെങ്കിൽ അപ്പം മാത്രം CPR സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, ക്ലിയറായ നിങ്ങളുടെ സെക്ഷനാണിത്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ തീർക്കണം. ഓക്കെ, പിന്നെ കൈ വെക്കേണ്ടതാണ് ഇപ്പോൾ അടുത്തുനിന്ന് കാണിച്ചു തരാനുള്ളത്. ഇതാണ് സ്റ്റേണം. ഇതാ നോക്കാം, ഇത് മുതൽ ഇവിടെ ഉള്ളതാണ് സ്റ്റേണം, നമ്മളെ വയറ് വരെ ഉള്ളത്. ഓക്കെ, ഇതിനാണ് സ്റ്റേണം എന്ന് പറയാം. ഇത് കണ്ടോ, നിപ്പിൾസ് കണ്ടോ, നിപ്പിൾസ്. ഇതിൻ്റെ അടിയിൽ എടുക്കൊരു ലൈൻ എന്ത് ചെയ്യുക, നമ്മൾ അസ്യൂം ചെയ്യാം, വിചാരിക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ ഹീല് ഈ ഭാഗം മാത്രമേ വെക്കണ്ടൂ, കാരണം ഇത് അത്രയേ ഉള്ളൂ സ്ഥലം. ഓക്കെ, ഇതെന്ത് ചെയ്യുക, ഇതിൻ്റെ മുകളിൽ വെക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളെ അനത്തർ ഹാൻഡ് എന്ത് ചെയ്യാം, ഇതിൻ്റെ മുകളിലേക്ക് പിടിച്ച് ഇൻ്റർലോക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് പ്രസ് ചെയ്തിട്ട് ഈ ഭാഗം കൊണ്ട് മാത്രമേ, ഇങ്ങനെ വെക്കണ്ട, ഇങ്ങനെ ആക്കുന്നതാണ് ചില ആൾക്കാർ. അങ്ങനെ ചെയ്യേണ്ട, ഈ ഹീല് മാത്രം വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് സ്ട്രെയിറ്റ് മുന്നോട്ട് വരിക. 1 2 3 4 അങ്ങനെ അടിക്കുക. 30 പ്രാവശ്യം അടിച്ചോ. സമയക്കുറവുകൊണ്ടാണ് ഞാൻ സ്പീഡാക്കുന്നത്. ഈ ചോക്കിങ് കൂടെ പഠിപ്പിക്കാതെ അതെ, ചോക്കിങ് അത്യാവശ്യമാണ്. ടൈം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്തുതരാം. ചെയ്തുതരാം ചെയ്യുമ്പോഴേ നോക്കിയാൽ